അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ക്ലാസ്സുകളിൽ നിസ്കാരവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ക്ലാസ്സിൽ തക്ബീറത്തുൽ ഇഹ്റാമിനെ കുറിച്ചാണ് പറഞ്ഞത്. നിയത്ത് കരുതി അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ആ അല്ലാഹു അക്ബർ എന്നതിന് മാത്രമാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത്. പിന്നീട് നമ്മുടെ നിസ്കാരങ്ങളിലെ ഓരോ സമയത്തുമുള്ള അല്ലാഹു അക്ബർ എന്നതിന് തക്ബീർ എന്ന് മാത്രമേ പറയുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ റുകൂഇലേക്ക് പോകുമ്പോൾ അതിൽ നിന്ന് ഉയരുന്ന സമയത്ത്, അതുപോലെ ഒന്നാം തശഹുദ്, അതായത് സുബഹി അല്ലാത്ത എല്ലാ നിസ്കാരങ്ങൾക്കും 2 തശഹുദ് ഉണ്ടാകും. ഒന്നാമത്തെ അത്തഹിയാത്ത്, രണ്ടാമത്തെ അത്തഹിയാത്ത് എന്നാണ് നമ്മൾ പറയാറ്. ഏതായാലും ഒന്നാമത്തെ അത്തഹിയാത്തിൽ നിന്ന് ഉയരുമ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ കൈ രണ്ടും ചുമലുകൾക്ക് നേരെ ഉയർത്തൽ സുന്നത്താണ്. റുകൂഇലേക്ക് പോകുന്ന സമയത്ത്, റുകൂയിൽ നിന്ന് ഉയരുന്ന സമയത്ത്, ഒന്നാമത്തെ തശഹുദിൽ നിന്ന് ഉയരുന്ന സമയത്തൊക്കെ 2 കൈകളെ ചുമലിന് നേരെ ഉയർത്തൽ സുന്നത്താണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിസ്കാരത്തിലാവുമ്പോൾ നമ്മുടെ ശ്രദ്ധ നിസ്കാരത്തിൽ നിന്ന് തെന്നിപ്പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഭയഭക്തി ഉണ്ടായിരിക്കുക. അതുപോലെ സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ നോക്കുക. നിസ്കരിക്കുമ്പോൾ മുമ്പിൽ മറയുണ്ടാവുക. ഇവയൊക്കെ നിസ്കാരത്തിൽ സുന്നത്തായ കാര്യങ്ങളാണ്. ശ്രദ്ധിക്കേണ്ടത്, നിസ്കരിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് സുജൂദിൻ്റെ സ്ഥാനത്തേക്ക്, സുജൂദിൽ നമ്മൾ നെറ്റി വെക്കുന്ന ഭാഗം, ആ ഭാഗത്തേക്കാണ് നമ്മൾ നോട്ടം സ്ഥിരമാക്കേണ്ടത്. നിസ്കരിക്കുമ്പോൾ എവിടെയെങ്കിലും പോയി നിൽക്കാൻ പറ്റില്ല. നിസ്കരിക്കുന്നവൻ്റെ മുമ്പിൽ ഒരു മറയുണ്ടാവണം. ഇതൊക്കെ പ്രധാനപ്പെട്ട സുന്നത്തുകളാണ്. ഇനി നിൽക്കാൻ കഴിവുള്ള ഒരാൾ ഫർള് നിസ്കാരത്തിൽ നിൽക്കുക തന്നെ വേണം. എങ്ങനെയെങ്കിലും നിൽക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ നിന്നിട്ടേ ഫർള് നിസ്കാരം നിർവഹിക്കാവൂ. ഇനി ഒരാൾക്ക് നിൽക്കാൻ കഴിയില്ല, അവൻ നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല, ഇരുന്ന് നിസ്കരിക്കണം. ഇരുന്ന് നിസ്കരിക്കാൻ അവനക്ക് കഴിയില്ല, ശാരീരികമായി രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുകയാണ്. എന്നാൽ അവൻ ചെരിഞ്ഞ് കിടന്ന് നിസ്കരിക്കണം. ഇനി ചെരിഞ്ഞ് കിടക്കാനും അവൻ്റെ ശരീരം കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ മലർന്ന് കിടന്ന് നിസ്കരിക്കണം. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇരുന്ന് നിസ്കരിക്കുന്നവൻ നമ്മുടെ നെഞ്ച് കിബിലയുടെ ഭാഗത്തേക്കാവണം. കിബിലയിലേക്ക് തിരിഞ്ഞിട്ടാണ് നമ്മൾ ഇരുന്ന് നിസ്കരിക്കേണ്ടത്. എന്നാൽ ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവൻ, അവൻ്റെ മുഖവും ശരീരത്തിൻ്റെ മുൻഭാഗവും അത് കിബിലയിലേക്കാവണം. അപ്പോൾ വലതുഭാഗത്തിൻ്റെ മേലാണ് ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കേണ്ടത്. ഇനി അതിന് കഴിയില്ല എങ്കിൽ മലർന്നു കിടന്നാണ് നിസ്കരിക്കേണ്ടത്. മലർന്നു കിടക്കുമ്പോൾ നമ്മൾ മുഖം കൊണ്ട് കിബിലക്ക് മുന്നിടണം. അതെങ്ങനെയാണ്? കിബിലക്ക് നമ്മുടെ മുഖം മുന്നിടാൻ വേണ്ടി നമ്മുടെ തലക്ക് താഴ്ഭാഗത്തായിട്ട് ഒരു തലയിണ പോലെ ഒരു ഉയരമുള്ള സാധനങ്ങൾ, വസ്തുക്കൾ എന്തെങ്കിലും വെക്കൽ നിർബന്ധമാണ്. എന്ന് വെച്ചാൽ ഒരിക്കലും നിസ്കാരം ഒഴിവാക്കാൻ നമുക്ക് പാടില്ല. നമ്മൾ പറഞ്ഞു ചെരിഞ്ഞു കിടക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത്. വലതുഭാഗത്തിൻ്റെ മേലാണ് ചെരിഞ്ഞു കിടക്കേണ്ടത്. എന്നാൽ ഒരു കാരണവുമില്ലാതെ ഇടതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കൽ കറാഹത്താണ്. ഒരു കാരണമല്ല, അങ്ങനത്തെ ആൾ ഇടതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കൽ കറാഹത്താണ്. എന്നാൽ ഫർള് നിസ്കാരത്തിൽ നിൽക്കൽ നിർബന്ധമാണല്ലോ. എന്നാൽ ഫർളല്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങൾ നിൽക്കാൻ കഴിയുന്ന ആളുകളാണെങ്കിലും ഇരുന്ന് നിസ്കരിക്കാം. പക്ഷേ പ്രതിഫലം പകുതിയായി കുറയും. നിൽക്കാൻ കഴിവുള്ള ഒരാൾ സുന്നത്ത് നിസ്കാരം ഇരുന്ന് നിസ്കരിച്ചാലും
നിസ്കാരം വീടും, പക്ഷേ പ്രതിഫലം അതിൽ നിന്ന് കുറയും.